ഹായ് ഫ്രണ്ട്സ്. ഇന്ന് കോളേജിൽ നിന്ന് പെർമിഷനൊക്കെ ഇട്ട് നേരത്തെ ഓടി ഇറങ്ങി വന്നിട്ടുള്ളത് ചേച്ചിയുടെ വീട്ടിൽ പോകാനായിട്ടാണ്. ഏട്ടനും നേരത്തെ വർക്ക് തീർത്തിട്ടുണ്ട്. ചേച്ചിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. തോജോ എന്നാണ് നമ്മൾ അവനെ വീട്ടിൽ വിളിക്കുന്ന പേര്. നമ്മൾ എത്തുമ്പോൾ 3 പേരും മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ തോജോനെ അറിയില്ല എന്ന് തോജോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ബർത്ത്ഡേ ആണ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ പിന്നെ വേഗം കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി. കുട്ടീസ് 3 പേരും കൂടെ കേക്കൊക്കെ മുറിച്ചു. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചെറിയ ബർത്ത്ഡേ മ്യൂസിക് ഒക്കെ നമ്മുടെ സ്വന്തമായിട്ട് ഇട്ട് കൊടുത്തു. ഇതിന്റെ ഇടയിൽ ആ ടേബിളിൽ കിടക്കുന്ന കത്തി കഴിഞ്ഞ പൂക്കുറ്റി ആരെങ്കിലും ശ്രദ്ധിച്ചു? അതന്നെ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതങ്ങനെയാണ്. നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓണാക്കി എന്നല്ലാണ്ട് നമുക്കത് കത്തുന്ന വീഡിയോ കിട്ടിയില്ല. പക്ഷെ എന്തായാലും സംഭവം അത് കൊള്ളായിരുന്നു. കുട്ടീസിനൊക്കെ അത് നല്ല ഇഷ്ടമായി. അങ്ങനെ കേക്ക് മുറിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിള്ളേരുടെ കൂടെ ഇറങ്ങി. ചേച്ചിയുടെ വീട്ടിൽ പോയാൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണത്. കുട്ടികളുടെ കൂടെ കുറെ നേരം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ എല്ലാത്തിനും കൂടുക എന്നുള്ളത്. ഞങ്ങളും കൂടെ ആയാൽ പിന്നെ ചേച്ചിക്ക് 3 പിള്ളേരല്ല 5 പിള്ളേരെ നോക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ പുറത്തെ കളിയും നടത്തൊക്കെ മതിയാക്കിയിട്ട് തിരിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ വന്നു. ലൂഡോ, ക്യാരം ബോർഡ്, സ്നേക്ക് ആൻഡ് ലാഡർ ഇതൊക്കെ സ്ഥിര ഐറ്റംസ് ആണ്. കുട്ടികളും എല്ലാവരുമായിട്ട് കളിക്കാറുണ്ട്. ഇപ്പൊ ഈ കാണുന്ന കളിയില് നല്ല രീതിക്ക് ഞങ്ങൾ കള്ളക്കളി കളിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും പെട്ടെന്ന് കളി തീർത്തിട്ട് വീട്ടിലെത്തിയിട്ട് വേണം ഏട്ടന്റെ ബാക്കി വർക്ക് തീർക്കാനായിട്ട്. ചേച്ചിയുടെ സ്പെഷ്യൽ എഗ് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മാമനും പിള്ളേരുമായിട്ട് സ്ഥിരമായിട്ട് അവിടെ അരങ്ങേറാറുള്ള ഒരു പരിപാടിയാണിത്. ഇറങ്ങാൻ നേരത്തെ ഹെൽമെറ്റ് വെക്കുമ്പോൾ പിന്നെ ഈ ഒരു ഭൂതത്തിനെ കാണണം. പിന്നെ ഈ ഭൂതം പിടിക്കുന്ന പോലെ കുറച്ചു നേരം അവരുടെ കൂടെ കളിച്ചതിന് ശേഷം നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി. കുറച്ചു നേരം പിള്ളേരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ